CPM വിമതരുടെ കൺവെൻഷനിൽ CPM നേതാവ് PK ശശി നാളെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിലെ CPIM-ൽ അസംതൃപ്തരായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ്. അല്ലാതെ ഇപ്പോൾ ശക്തി തെളിയിക്കുന്ന ഒരു പ്രകടനമോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഒന്നുമല്ല. CPIM-ൽ അസംതൃപ്തരായ പാലക്കാട് ജില്ലയിലെ നിരവധി പ്രവർത്തകരുണ്ട്. അവരുടെ ഒരു കൺവെൻഷൻ, പ്രവർത്തകരുടെ മാത്രമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് നാളെ ഇവിടെ ചേരുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും. മുൻ MLA-യും KTDC-യുടെ ചെയർമാനുമായിരുന്ന സഖാവ് PK ശശി അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കൺവെൻഷന്റെ ഭാഗമാവാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രവർത്തകരാണ് ഈ ജില്ലയ്ക്കകത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി നല്ല അസംതൃപ്തി നേരിട്ട് പോകുന്നത്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇവിടെ നാളെ സംഘടിപ്പിക്കുകയാണ്. അതായത് CPIM-നകത്ത് അസംതൃപ്തി നേരിടുന്ന നിരവധി സഖാക്കൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കകത്തുണ്ട്. അതിൽ 5ഓളം വരുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോ ഈ കൺവെൻഷന്റെ ഭാഗമാവില്ല. പക്ഷെ അവരുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്, ശരീരം മാത്രമേ അപ്പുറത്തുള്ളൂ എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അവർ കൂടി പിന്നീട് ഈ കൺവെൻഷൻ ഞങ്ങളുടെ ഭാഗമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. CPM-ന്റെ നിലവിലെ 5 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമതർക്കൊപ്പം പിന്നീട് ചേരുമെന്ന് വിമത നേതാവ് M സതീഷ് പറഞ്ഞു. CPM-ലെ അസംതൃപ്തർ കൺവെൻഷനിൽ പങ്കെടുക്കും. നടപടിക്ക് വിധേയരായ 100-ലധികം പേരുണ്ട്. അത്തരക്കാരുടെ കൂട്ടായ്മയാണിത്. നിരവധി ആളുകൾ ഇപ്പൊ ഇങ്ങനെ ഈ പെട്ടിതൂക്കികളായിട്ടുള്ള ആളുകളെ മാത്രം നിലനിർത്തി പോകുന്ന ഒരു സമീപനമാണ് CPIM ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട്. എത്ര കാലം ഇവരിങ്ങനെ അടിമകളായിട്ട് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു പോകാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആളുകൾ ഇപ്പോ ഈ കൺവെൻഷന്റെ ഭാഗമാകും. നിരവധി തവണ ഈ 2-3 വർഷത്തിനിടയിൽ മാത്രം നടപടിക്ക് വിധേയരായിട്ടുള്ള 100 കണക്കിന് ലോക്കൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർ, വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചവർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ശക്തി തെളിയിക്കുന്ന പ്രകടനമോ പങ്കാളിത്തമോ അല്ല. ശക്തി തെളിയിക്കുന്ന പ്രകടനമല്ല. CPM നടപടി പാർട്ടിക്ക് മാത്രമായി മാറിയെന്നും PK ശശിക്കെതിരെ ഉയർന്ന പരാതികൾ കള്ളപ്പരാതികളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ CPIM-ല് നടപടി പാർട്ടിയായിട്ട് മാറുകയാണ്. ഇപ്പൊ ആരെങ്കിലും ഒരാളെ ഇപ്പൊ ഉൾപാർട്ടി സമരം എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ വെറുതെ വിമർശനം, സ്വയം വിമർശനം, ഇതെല്ലാം പേരിന് അങ്ങനെ പറയുകയല്ലാതെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി വാങ്ങിച്ച് നടപടിക്ക് വിധേയമാക്കുക, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിയിട്ട്. അപ്പൊ അങ്ങനെ നടപടി പാർട്ടിയായി പാലക്കാട് ജില്ലയിലെ CPIM മാറുകയാണ്. ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഇത് വിലയിരുത്താൻ പറ്റില്ല. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 പേരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പാലക്കാട് ജില്ലയിലെ പാർട്ടി മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരല്ല, പാർട്ടിക്കെതിരായിട്ട് നടക്കുന്ന ഒരു കൺവെൻഷൻ അല്ല ഇത്. പാർട്ടിക്കെതിരായിട്ടോ പാർട്ടിയുടെ ഐഡിയോളജിക്കെതിരായിട്ടോ അല്ലെങ്കിൽ പാർട്ടി കൊടിക്ക് മീതെയോ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ പാർട്ടി ഉൾപ്പെടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പാർട്ടിയുടെ ഭാഗമാണ്. പക്ഷെ ഈ പാർട്ടിയെ, ഈ പാലക്കാട് ജില്ലയിലെ നിരവധി അനുഭവങ്ങളുള്ള, ഒരുപാട് രക്തസാക്ഷികളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ 1-2 വ്യക്തികളുടെ താല്പര്യത്തിന് വഴങ്ങി അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി കൊണ്ടുപോകുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തകരുടെ കൺവെൻഷൻ ചേരുന്നത്. നല്ല തണ്ടും തൻ്റെ ഇടത്തോടു കൂടി വർത്തമാനം പറയുന്ന ഒരാളും പാർട്ടിക്കകത്ത് വേണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന നല്ല സഖാക്കൾ, അവരുടെ അഭിപ്രായം തുറന്നു പറയുന്ന നല്ല സഖാക്കൾ അവരുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഒരു ഭാവിയിൽ അതും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പേരൊന്നും ഇപ്പൊ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം നാളെ കൺവെൻഷനോട് കൂടിയിട്ട് പുറത്തു വരും. UTV ന്യൂസ് പാലക്കാട്.